ഹലോ, ഇന്ന് നമ്മൾ നല്ല ഒരു ടേസ്റ്റിൽ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ കോവയ്ക്കയല്ല കേട്ടോ, ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. നമ്മുടെ കോവലിൽ ഇപ്പോൾ കായൊന്നും അധികം ഉണ്ടാവുന്നില്ല. മഴയൊക്കെ ആയിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, അധികം കോവയ്ക്കയൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ നമ്മൾ കോവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കൊത്തി ആണ് അരിഞ്ഞെടുക്കുന്നത്, വട്ടത്തിൽ മുറിച്ചെടുക്കാറില്ല. അത് മെഴുക്ക് പുരട്ടിക്കാണെങ്കിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാറില്ല. ഇതാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദേ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ളത് കൂടി അരിഞ്ഞെടുക്കാം. കോവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള തന്നെ എടുത്തിട്ടുണ്ട്. ഈ സവാള ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളിയാണെങ്കിലും മതി, ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കോവയ്ക്ക എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോവയ്ക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ അത്യാവശ്യമുള്ളവർക്ക്, കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ കോവയ്ക്കയിലും അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണ ആവശ്യമാണിതിന്. മെഴുക്ക് പുരട്ടിയെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇളക്കി വെളിച്ചെണ്ണയൊക്കെ എല്ലായിടവും ഒന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ മൂടി വെച്ച് കൊടുത്താണ് ഇത് വേവിക്കുന്നത്. ഇനി ഒരു അടപ്പ് പാത്രം കൊണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തോരൻ നന്നായിട്ട് ആവി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുപ്പൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഈർപ്പമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറ്റിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ അടച്ച് വെക്കുന്നില്ല. ഇനി തുറന്ന് വെച്ച് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഏത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിലൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.